നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ യുസി ഇംഗ്ലീഷ്. സമാധാനത്തിന് സംയമനം. തിരുവനന്തപുരത്ത് സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിൽ സംയമനം പാലിക്കാൻ CPM BJP ഉഭയകക്ഷി ചർച്ചയിൽ ധാരണ. പ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായാൽ പരിഹരിക്കാൻ ജില്ലാ നേതാക്കൾ ഇടപെടും. സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹകരിക്കുമെന്നും വേണ്ടത് സ്വൈര്യജീവിതം നയിക്കാനാകുന്ന അന്തരീക്ഷമെന്നും യോഗത്തിൽ BJP. അതിനിടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അതിക്രമങ്ങളിൽ പാർട്ടി നേതൃത്വത്തെ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി. സംഘർഷങ്ങളുടെ ഒരറ്റത്ത് CPM നിൽക്കുന്നതും കണ്ണൂർ മോഡൽ തിരുവനന്തപുരത്തേക്ക് വ്യാപിക്കുന്നതും അപകടകരമെന്ന് വിലയിരുത്തൽ. BJP ഓഫീസിന് നേർക്കുള്ള അക്രമത്തിൽ CPM കൌൺസിലറും SFI ജില്ലാ സെക്രട്ടറിയും അറസ്റ്റിലായതിന്റെ പ്രതിരോധത്തിൽ പാർട്ടിക്കൊപ്പം സർക്കാരും. RSS പ്രവർത്തകന്റെ കൊലപാതകം വ്യക്തിവിരോധമെന്ന ഇടതു നേതാക്കളുടെ വിശദീകരണം പോലീസ് തള്ളിയതോടെ മറുപടികളില്ലാതെ മുന്നണി നേതൃത്വം. അക്രമവും ഹർത്താലും മുതലെടുക്കുവാനുള്ള BJP ശ്രമത്തിലും ക്രമസമാധാന തകർച്ചയുടെ പഴി സർക്കാരിന്. രാഷ്ട്രീയ അതിക്രമങ്ങളിലെ അതൃപ്തി പിണറായി നേതൃത്വത്തെ നേരിട്ട് അറിയിച്ചത് ഈ സാഹചര്യത്തിലെന്നും സൂചന. സബ്സിഡി തുടരും. പാചകവാതക സബ്സിഡിയിൽ പ്രതിപക്ഷ പ്രതിഷേധം കനത്തതോടെ നിലപാട് മയപ്പെടുത്തി കേന്ദ്ര സർക്കാർ. നിർത്തലാക്കുന്നത് അനർഹർക്കുള്ള സബ്സിഡിയെന്നും പാവപ്പെട്ടവർക്കുള്ള LPG സബ്സിഡി തുടരുമെന്നും പെട്രോളിയം മന്ത്രി. സബ്സിഡി നിർത്തലാക്കാനുള്ള തീരുമാനം UPA സർക്കാരിന്റെ കാലത്തേതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ. സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി ഓരോ മാസവും 4 രൂപ വീതം വർദ്ധിപ്പിക്കും. അടുത്ത വർഷം മാർച്ച് മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി. നിലവിൽ ഓരോ കുടുംബത്തിനും സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത് 14.2 കിലോ വീതമുള്ള 12 സിലിണ്ടറുകൾ. ആലുവക്കാരനല്ല VIP പുറത്ത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുരുക്കുമുറുകുമ്പോഴും പോലീസിനെ കുഴപ്പിച്ച് പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ. കേസിൽ പ്രതികളെല്ലാം പിടിയിലായിട്ടില്ലെന്നും പല VIPകളും ഇപ്പോഴും പുറത്തെന്ന് സുനി. പ്രതികരണം റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് അങ്കമാലി കോടതിയിലെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി. കേസിൽ ദിലീപിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് അപ്പുണ്ണി. പൾസർ സുനിയുമായി ഫോണിൽ സംസാരിച്ചത് ദിലീപിന്റെ സാന്നിധ്യത്തിൽ. സുനിൽകുമാർ പറഞ്ഞതെല്ലാം ദിലീപിനോട് പറഞ്ഞെന്നും പൾസറുമായി സംസാരിച്ചത് താരത്തിന്റെ നിർദ്ദേശമനുസരിച്ചെന്നും അപ്പുണ്ണി. സുനി ജയിലിൽ നിന്ന് അയച്ച കത്തിനെക്കുറിച്ച് അറിയാമെന്നും മൊഴി. 2013 മുകേഷിന്റെ ഡ്രൈവറായിരുന്ന കാലം മുതൽക്കേ പൾസറിനെ അറിയാം. എന്നാൽ ദിലീപും സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടോ എന്ന കാര്യം തനിക്ക് അറിയില്ലെന്നും ചോദ്യം ചെയ്യലിൽ അപ്പുണ്ണി. സിനിമാ സെറ്റുകളിൽ ചിലപ്പോഴൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിലും ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതായി അറിവില്ല. കൃത്യത്തിൽ തനിക്ക് പങ്കില്ലെന്നും മൊഴി. പോലീസ് പ്രധാനമായും അന്വേഷിച്ചത് പൾസറും ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തിയ സ്ഥലങ്ങളിലെല്ലാം അപ്പുണ്ണിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ എന്ന്. പറഞ്ഞ വിവരങ്ങൾ വിശ്വസനീയമല്ലെന്നും രേഖപ്പെടുത്തിയത് പ്രാഥമിക മൊഴി മാത്രമെന്നും അന്വേഷണ സംഘം. അപ്പുണ്ണിയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനം. മുഖം മിനുക്കി സർക്കാർ. വിജിലൻസ് മേധാവിയുടെ കാര്യത്തിൽ സർക്കാർ മൗനം തുടരവെ പോലീസ് തലപ്പത്ത് വീണ്ടും സമഗ്ര അഴിച്ചുപണി നടത്തി ആഭ്യന്തര വകുപ്പ്. ADGP ടോമിൻ തച്ചങ്കരെ ഫയർഫോഴ്സ് മേധാവിയാക്കിയപ്പോൾ ഹേമചന്ദ്രൻ പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ തലവനായിരുന്ന ദിനേന്ദ്ര കശ്യപിനെ ക്രൈംബ്രാഞ്ചിൽ നിന്നും മാറ്റിയത് ഹെഡ്ക്വാർട്ടേഴ്സ് IG ആയി. വിജിലൻസ് ADGP അനിൽകാന്ത് പുതിയ ട്രാൻസ്പോർട്ട് കമ്മീഷണറായപ്പോൾ S അനന്തകൃഷ്ണൻ പോലീസ് ആസ്ഥാനത്തെ ADGP. സർക്കാരിന്റെ അഴിച്ചുപണി ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന തസ്തികകളിലെല്ലാം സമഗ്ര മാറ്റം വരുത്തി. അതേസമയം IMG ഡയറക്ടർ ജേക്കബ് തോമസ് തൽസ്ഥാനത്ത് തുടരും. താഴ്വര അശാന്തം. ജമ്മു കശ്മീരിൽ വീണ്ടും സംഘർഷം. പുൽവാമയിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ കമാൻഡർ കൊല്ലപ്പെട്ടു. 3 ഭീകരർ പിടിയിലായതായി സൂചന. ആക്രമണം ഹാക്രിപോര ഗ്രാമത്തിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെ പ്രദേശത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രസന്റഡ് ബൈ ബാബ യുസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.